ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രൈഡേ ഈവനിങ്ങും സാറ്റർഡേ മോർണിംഗും മിക്സ് ആക്കിയൊരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. ചായ കൂടി കഴിഞ്ഞപ്പോൾ നീത് വിരിച്ചിട്ട് തുണിയെല്ലാം ഒന്ന് മടക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പോൾ തുണിയെല്ലാം മടക്കിയെടുക്കുന്ന സമയമാണ് കേട്ടോ അത്. കേസ് നോർമലി അമ്മായിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ അമ്മായി മാമന് നാട്ടിലേക്ക് പോയതുകൊണ്ടാണ് എനിക്ക് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത്. ഇല്ലാന്നുണ്ട് ഞാൻ വെറുതെ ഇരിക്കുക തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ തുണി മടക്കുമ്പോൾ ഋത്വിക അത് കൂടെ ഓടിക്കളിക്കായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ സൗണ്ട് ഉള്ളത് ഋത്വിക്കുട്ടി വെള്ളത്തിൽ കളിക്കാൻ താണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. തുണിയെല്ലാം മടക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഋത്വിയെ കാണാണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ബക്കറ്റിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ നിറച്ച ആൾ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നീതുവിനെ വിളിച്ച് വരുത്തിയതാണ്. കേസ് എനിക്ക് അനക്കാൻ കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ നല്ല ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ അതിന് വാഷിംഗ് മെഷീനിൽ ഇടില്ലാന്ന് വിചാരിച്ചു. നല്ല ഡ്രസ്സായതുകൊണ്ട് ഞാൻ കല്ലിലോട്ട് അലക്കിയത്. ബാക്കി എല്ലാ ഡ്രസ്സും വാഷിംഗ് മെഷീനിലാണ് ഇടാറുള്ളത്. പക്ഷേ നല്ല ഡ്രസ്സൊക്കെ ആകുമ്പോൾ അധികം കല്ലിൽ തിരുമ്പാൻ ശ്രമിക്കാറുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടുവന്ന് പോകും, ആകെ മുഷിയും. അതുകൊണ്ടാണ് ഇപ്പോൾ കല്ലുകൊണ്ട് തിരുമ്പണത്. കേസ് പിന്നെ ഈ ഡ്രസ്സൊക്കെ ഭാരത് മാർക്കറ്റിങ്ങിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റിൽ എൻ്റെ അടുത്ത കൊളീഗ്സൊക്കെ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ അത്. അതിൻ്റെ ഇടയിൽ മേഘു വിളിച്ചിരുന്നു കേട്ടോ. മേഘു എൻ്റെ കുട്ടിച്ചൻ്റെ മോളാണ്. അവൾ സേലത്താണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് അവളൊന്ന് ഇൻട്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ജോബ് കിട്ടുന്നതിന് മുന്നേ പിന്നെ ഒരു എക്സാമൊക്കെ കഴിഞ്ഞ ടൈമിലിട്ടോ. അപ്പോൾ ഞാനും മേഘും നീതുൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മാസത്തോളമൊക്കെ നല്ല വൈബായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ തുണി അലക്കലും തുണി മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നീതുൻ്റെ നല്ല പൊരിഞ്ഞ പണിയിലാണ് കേട്ടോ. അപ്പോൾ ചെന്ന് നോക്കാം നമുക്ക്. ഞാൻ തുണി അലക്കി കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും ഋത്വിക്കുട്ടിയോടെ ആകെ വൃത്തികേടാക്കിയിട്ടുണ്ടോ. എല്ലാം വിരിച്ച് മാറിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചുമരിലൊക്കെ ഋത്വിയുടെ ഡിസൈനുകളാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. നീതോടെ ക്ലീനിങ്ങിലായിരുന്നു. ഇന്നേക്ക് നൈറ്റ് നമുക്ക് ചപ്പാത്തി ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ അരക്കാൻ പോകും. നീത് ചിക്കനെല്ലാം കഴുകിയെടുത്ത ടൈമിൽ ഞാൻ അവൾക്ക് വേണ്ട മസാല ഐറ്റംസൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിവിടെ എവിടെ കറക്റ്റ് ഐറ്റംസെല്ലാം വെച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിൽ എല്ലാം അറിയാം, കാരണം അമ്മ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനാണിതെല്ലാം എടുത്ത് ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷെ ഇവിടേക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വെള്ളം ചൂടാക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ആകെ അത്യാവശ്യം നന്നായിട്ട് അറിയണ പണി അറിയേണ്ടത് ചപ്പാത്തി ഉണ്ടാക്കാനാണ് കേട്ടോ. അത് ഞാൻ വീട്ടിലാകുമ്പോഴും ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ. അമ്മയ്ക്കാണെന്ന് ഞാൻ ചപ്പാത്തി ഞാനാണ് പരത്തി കൊടുക്കാറുള്ളത്. ഇവിടെ ഇപ്പം അതന്നെ ഞാനും ചെയ്യുന്നത്. അല്ലാതെ കാര്യത്തിലൊരു വർക്കൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ഇവിടെ. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ ആ ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ചെടുത്തു കേട്ടോ ഗൈസ്. ഓരോരുത്തരും ഓരോ പോലെ ഉണ്ടാവുക അല്ലേ. ഞങ്ങളിങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത്. നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴയ്ക്കാറുള്ളത്. ചിലർ പച്ചവെള്ളത്തിലായിരിക്കും കുഴക്കുണ്ടാവുക. ഇതിനിടയിൽ ഞാനും ഇതും കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് സംസാരിക്കുന്നത് ശരിയെഴുത്ത മണ്ണിടിച്ചിലിൻ്റെ കാര്യത്തെ പറ്റിയിട്ടാണ് കേട്ടോ. പിന്നെ കേസ് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി കുളിച്ച് വന്നു. അപ്പോഴേക്കും ഋത്വിക്കുട്ടി നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിരുന്നില്ല, അതുകൊണ്ടാണ് നേരത്തെ ഉറങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് ചപ്പാത്തി പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ചുട്ടെടുത്തതൊക്കെ നീ തന്നെയാണ് കേട്ടോ. പിന്നെ കണ്ണേട്ടം വന്നപ്പോഴേക്കും ഋത്വിക എണീറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. ഈ വീഡിയോ സാറ്റർഡേ മോർണിംഗത്തെ വീഡിയോ ആണ് കേട്ടോ.
നീത് ചായ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോഴേക്കും ഞാനൊന്ന് ഋത്വിക എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കേസ് നീതിൻ്റെ ചായ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ കുടിച്ചാൽ ഭയങ്കര ഉഷാറാവും നമ്മളെന്തായാലും. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുള്ളത്, വെറൈറ്റി ആയിട്ടല്ല എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഇങ്ങനെ പെപ്പറും ഇഞ്ചി ഏലം എല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയ ചായയോടാണ് ഇഷ്ടം. പിന്നെ മധുരം കുറച്ച് പിന്നിക്കിട്ടുന്നതാണ് ഇഷ്ടം. പക്ഷേ നീര് തിരിച്ചാണ്, നീര് നല്ല മധുരം വേണം. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഞാനും നീതും മാത്രമല്ലേ ഉള്ളൂ ഋത്വിയും. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ. ഋത്വിയും ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടാക്കാതിരുന്നത്. പിന്നെ അവന് ചപ്പാത്തി വേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ കണ്ണേട്ടൻ പൊങ്കൽ കൊടുന്നിരുന്നു കേട്ടോ അവന് വേണ്ടിയിട്ട്. പിന്നെ നീത് ചപ്പാത്തി ചുട്ടെടുക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ചായ കുടിക്കായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഋത്വിനോടും തെറ്റിയിട്ടോ. അവൻ കളിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, ചായ കുടിക്കായിരുന്നു. അപ്പോൾ അവനെ കളിപ്പിക്കായിരുന്നു കേട്ടോ എൻ്റെ ഇടയിൽ വെച്ചിട്ട്. അതൊക്കെയാണ് ഇതിനി കാണുന്നത്. ചിക്കൻ കറിയും കൂടി ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനും ഇതും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അച്ഛനും അമ്മയോട് ഒറ്റയ്ക്കാണ്. അപ്പോൾ ആഗസ്റ്റ് 15-നാണ് ലീവ് ഉണ്ട് എനിക്ക്. അപ്പോൾ 16-നും കൂടി ലീവ് എടുത്തിട്ട് നാട്ടിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ട്. അപ്പോൾ ഒരു 4 ഡേയ്സ് ഒരുമിച്ച് കിട്ടും. അങ്ങനെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഋത്വിയുടെ ഭയങ്കര വീക്ക്നെസ് ആയ കാര്യം കേട്ടോ. അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും മീനുകളോട്. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും ചെയ്യും. ഭയങ്കര രസമാണ് കാണുന്നത്. അപ്പോൾ അതും കൂടി അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അവൻ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂലൊക്കെ എടുത്ത് വന്നതാണ്. അപ്പോൾ ആളെ സമ്മതിച്ചില്ല, അവൻ തന്നെ വൃത്തിയാക്കുകയാണ്. പിന്നെ കണ്ണേട്ടൻ വന്നപ്പോൾ പൊങ്കലിൻ്റെ കൂടെ ക്രീം ബണ്ണും കൂടി കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണോ കഴിക്കുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്രീം ബണ്ണ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഈ ഐറ്റം ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ ക്രീമൊന്നും ഉണ്ടായിരുന്നില്ല, സൈഡിൽ മാത്രമേ ക്രീം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മട്ടിക്കില്ല, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേസ് ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋത്വിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലീവുള്ള ദിവസം ഞങ്ങൾ മൊട്ടമാടിക്കാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ന് അവന് വേണ്ടിയിട്ട് പൊങ്കലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനും ഋത്വിയും കൂടി മൊട്ടമാടി പോയിട്ട് ഫുഡ് കഴിക്കുകയാണേ. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവന് വെറുതെ പോകാൻ പറ്റില്ല, സൈക്കിളും കൂടിയും വേണം കേട്ടോ. അപ്പോൾ ഓരോ റൗണ്ട് അടിച്ച് വരുന്നിട്ട് ഓരോ ആയ ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നീത് വാഷിംഗ് മെഷീനിൽ പുതപ്പും വിരിപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടും വേണം. അതിൻ്റെ ഇടയിൽ ഋത്വിക്കുട്ടി നീതിനോട് എന്തൊക്കെയോ വാശി പിടിക്കുകയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാനും അവളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട്. ഒരാൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരില്ലല്ലോ, രണ്ടാളാകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തീർത്തു ഞങ്ങൾ. പിന്നെ ആരെങ്കിലും ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങിയ ഋത്വിക്കുട്ടി ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അവൻ ഉള്ളിൽ നിന്ന് ഡോറ് പൂട്ടിയിടും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, കുളത്ത് കയറ്റിയിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ മാത്രം അവിടെ ഉള്ളിലായിട്ട് മറ്റുള്ളവരെല്ലാം പുറത്തായ സീനാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ക്ലീനിങ്ങിന് പോകുന്നു കേട്ടോ. അപ്പോൾ ഋത്വി പിന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഡ്രസ്സൊക്കെ ഒതുക്കി വയ്ക്കാനും എൻ്റെ അലമാരയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ ഞാനത് എല്ലാ റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി എടുത്തു. പിന്നെ ഞാൻ ഈ മടക്കി വയ്ക്കുന്ന ഷീറ്റ് ഋത്വി ഇപ്പോൾ പാമ്പേഴ്സ് യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്, ബെഡിൽ വിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ ക്ലീൻ ആക്കുന്ന റൂം നീതുണ്ടിയും കണ്ണേട്ടൻ്റെ റൂമാണ് കേട്ടോ. പിന്നെ കേസ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആവണം വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റിന് ഹെയർ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിലാകുമ്പോഴേക്കും ഒരു ദിവസമേ ലീവ് ഉണ്ടാകാറുള്ളൂ, സൺഡേ മാത്രം. പക്ഷെ അന്നെല്ലാം ഞാൻ താളി യൂസ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പോൾ താളിപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്, മീര താളിപ്പൊടി. പിന്നെ എൻ്റെ പിന്നിൽ നീത്തുണ്ടായിരുന്നു കേട്ടോ. അവൾ മാറ്റ് ഇളക്കായിരുന്നു. ഇന്നലെ ഋത്വിക്കുട്ടി ഒരു മുട്ട എറിഞ്ഞ് പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം അതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വാഷ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനും നീതും കൂടി ആ മാറ്റൊന്ന് പിഴിഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ.
പിന്നെ കേസ് ഇത് റോസ്മേരി വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയറിൽ. ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് ഓർഡർ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേസ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.